ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്കകത്ത് വേദലക്ഷ്മി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ത്രീകളും കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ എന്താണ് പറയുന്നതെന്നുള്ള ഫുൾ ഓഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പുണ്ടെങ്കിൽ എന്താണ് സംഭവം, വേദലക്ഷ്മി ഇതിലേക്ക് എത്താനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേയധികം സോഷ്യൽ മീഡിയയിൽ പലരുടെയും ഫോട്ടോസ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പല ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ കുറേയധികം പേര് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കുറേ നാളായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. പലരും പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ അടക്കം ഇതേ കണക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റ് ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് സബ്സ്ക്രിപ്ഷൻ പോലെ വെച്ചിട്ട് അതിൽ ഇതുപോലത്തുള്ള വീഡിയോസ് സ്വന്തമായിട്ട് തന്നെ ഇടുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം വേദലക്ഷ്മി ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഓഡിയോ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇതിനകത്ത് വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ശരീരമൊക്കെ ഇതേ കണക്ക് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പുതിയ തലമുറ വരുന്ന കുറേയധികം പേര് ഇതിൽ അഡിക്റ്റ് ആയതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് കുറേയധികം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് മറ്റുള്ളവരുടെ മനസ്സമാധാനം തന്നെ കളയാൻ വേണ്ടി നിൽക്കുവാണ്. ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അത് ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുണ്ട്. എൻ്റെ പരിചയത്തിൽ ഇതേ കണക്കൊരു പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുട്ടിക്ക് ഇതേ കണക്കൊരു അറിവും ഇല്ലായിരുന്നു, എന്താണ് ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. അതും ആ കുട്ടി ഇതേ കണക്കുള്ള ആർക്കും ഒന്നും അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ആ പെൺകുട്ടിക്ക് വരെ പറ്റിയിട്ടുണ്ട്. ഇത് ആർക്കും പറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്യുന്നവർക്ക് ഇത് എതിർക്കണം. അവരെ പോലുള്ളവർ, കാരണം കുറേയധികം ബാക്കിയുള്ള പെൺകുട്ടികളും ഇതിൽ പെടുന്നു എന്നുള്ള രീതിയിൽ വേദലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് കേട്ട സമയത്തും കറക്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് എന്താണ് വേദലക്ഷ്മി പറഞ്ഞേ എന്നുള്ളൊരു കാര്യം ആ ഒരു ഓഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഓഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. ഒരു അമ്മ എന്നുള്ള രീതിയിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പരിചയത്തിലുള്ളൊരു കുട്ടിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ, ആ കുട്ടി എവിടെയും പോസ്റ്റ് ചെയ്തതല്ല, ആർക്കും അയച്ചു കൊടുത്തതല്ല, അല്ലാതുള്ളൊരു പിക്ക് ഒരു ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ആയി. അത് ഒത്തിരി പേര് കണ്ട് ആ കുട്ടിയുടെ ഫാമിലിയിലൊക്കെ അറിയിച്ച് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഇങ്ങനൊരു കോണ്ടന്റ് എവിടെയും പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ലീക്ക് ആവപ്പെട്ടു എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. അവരതിൻ്റെ പോലീസ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കണ്ടുപിടിച്ചു. അതിൻ്റെ പിന്നിലൊരു പെയ്ഡ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനലാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം, അതിനകത്ത് ആ സർവിലൻസിൽ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് വളരെ ഡിസ്റ്റർബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറത്തുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് മോർഫിങ്ങും അങ്ങനെയൊക്കെയുള്ള ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് അങ്ങനത്തെ അല്ല പറയുന്നത്. ഇത് ശരിക്കുള്ള റിയൽ പിക്ചേഴ്സ്, പ്രൈവറ്റ് ആയിട്ട് ഫോണിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പൈസയ്ക്ക് വേണ്ടി. ഇപ്പോൾ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ആക്ടേഴ്സോ റിയാലിറ്റി ഷോസിൽ വന്നവരോ ഒക്കെ ഇന്നത്തെ കാലത്ത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷനും എക്സ്ക്ലൂസീവ് കോണ്ടന്റിനും എന്നൊക്കെ പറഞ്ഞിട്ട് ബിങ് മീ, സ്നാപ്പ് കോളിംഗ് ഒക്കെ വഴി ഇഷ്ടംപോലെ കോണ്ടന്റ്സ് ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റൂൾസ്, വേ ഓഫ് ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ബാഡ്ലി ഒരു വലിയ വിഭാഗം ടീനേജേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോണ്ടന്റ്സ് പുറത്ത് വേറെ ലൈക്ക് സർഫസ് ലെവലിൽ മാത്രമല്ല നിൽക്കുന്നത്, ഡീപ്പ് വെബിലോട്ട് പോയി അത് വീണ്ടും വിൽപ്പനയ്ക്ക് വെച്ച് നിങ്ങൾ പോലും അറിയാത്ത അത്ര എക്സ്റ്റെൻഡിൽ ഇത് പിന്നെയും വിൽപ്പനയ്ക്ക് ഇതാക്കി വെച്ച് കംപ്ലീറ്റ്ലി മോശമായിട്ടുള്ള രീതിയിൽ ദുരുപയോഗപ്പെട്ടിരിക്കുക. ഞാൻ കണ്ട ആ ചാനൽസിനകത്ത് തന്നെ ഒരു 20,000-ഓളം കുട്ടികളുടെയൊക്കെ ഇഷ്ടം പോലെ കോണ്ടന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാവോ അങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്ത് അവർ, എനിക്ക് പറയാൻ തന്നെ അറിയത്തില്ല. ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എക്സ്റ്റെൻഡിൽ മോശമായി കഴിഞ്ഞു. ഇപ്പം തന്നെ എന്തും ആവാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ലൈക്ക് ഇതൊരു മാഫിയ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ ഇത് കോൾ ഔട്ട് ചെയ്യണോ അത് ഡെഫിനറ്റ്ലി ചെയ്തിരിക്കും. ലീഗലി ഇവർ പൂട്ടിക്കെട്ടാനും പിന്നിൽ പ്രവർത്തിക്കുന്നവരും ബാക്കിയുള്ളവരുടെ ജീവിതം വെച്ചിട്ടല്ല കളിക്കേണ്ടത്. സോ ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു കോൾ ഔട്ട് ദിസ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവും. ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ആൻ എൻഡ് ടു ദിസ്. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്.
നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, BB കോണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോഡ്, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാര് പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യൺസ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷെ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീറെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിൽ എത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും എന്നറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും, ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. ഈ ഒരു ഓഡിയോയിൽ കറക്റ്റായിട്ട് വേദലക്ഷ്മി പറയുന്ന ഒരു കാര്യം, ഈ ഒരു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അതുപോലെ തന്നെ അവർക്കുണ്ടായ പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്തിട്ട് അവർ പൈസയ്ക്ക് വേണ്ടി ഇതുപോലെ സ്വന്തം ശരീരമൊക്കെ ഇതേ കണക്ക് കാണിക്കുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊന്നും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ തന്നെ യോഗ്യരായിട്ടുള്ള ഒരാളല്ല. പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും വരുന്ന തലമുറ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അവർ പല കാര്യങ്ങളും നിങ്ങളെ ഇതിൽ നിന്ന് കണ്ടാണ് ചെയ്യുന്നത്. ഇതൊന്നും ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ചെയ്യുന്ന, നിങ്ങൾക്ക് തന്നെ പൈസ കിട്ടുന്നതുകൊണ്ട് തന്നെ മറ്റ് ചിലർ, അതായത് സാധാരണ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് ഇതിലേക്കൊക്കെ തിരിയുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേയധികം പേരുണ്ടെങ്കിൽ വളരെ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള സ്ത്രീകൾക്ക് വരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പലരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ അതുപോലത്തുള്ള ഗ്രൂപ്പുകൾ ഇങ്ങനെ കിടക്കുവാണ്. ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ കൂടിയായിരുന്നു വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കും അത് തന്നെയാണ് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുപോലെ സബ്സ്ക്രിപ്ഷന്, അതായത് ഈ ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്ത് പൈസയൊക്കെ കിട്ടുന്നവരൊക്കെ ഇതൊക്കെ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.